കർത്താവിൽ പ്രിയരായ ഏവർക്കും ആത്മീയന്റെ പ്രഭാത ചിന്തയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയുടെ ആധാരം മത്തായി എഴുതിയ സുവിശേഷം 14 അധ്യായം അതിൻ്റെ 13 മുതൽ 20 വരെയുള്ള വേദവാക്യങ്ങളാണ്. പ്രത്യേകിച്ച് അതിൻ്റെ 15, 16 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് 3 കാര്യങ്ങൾ യേശുവിനോട് പറഞ്ഞു. യേശു തൻ്റെ പ്രസംഗമെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കൊക്കെ വല്ലാതെ വിശന്നു. അവർക്ക് ആഹാരം കൊടുക്കുവാനുള്ള ക്രമീകരണം ചെയ്യുവാൻ ശിഷ്യന്മാരോട് യേശു ആവശ്യപ്പെടുകയാണ്. ആ സമയത്ത് ശിഷ്യന്മാർ 3 നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് യേശുവിനോട് പറയുന്നത്. അവരാദ്യമായിട്ട് പറയുന്നു, ഗുരു, ഈ സ്ഥലം മരുഭൂമിയാണ്. രണ്ടാമത് അവർ പറയുന്നത് നേരം വൈകിപ്പോയിരിക്കുന്നു. മൂന്നാമത് പറയുന്നു 5 അപ്പവും 2 മീനുമല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല. അസാധ്യതകൾ ദ്യോതിപ്പിക്കുന്ന 3 കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഒന്ന്, ഈ സ്ഥലം മരുഭൂമിയാണ്. പക്ഷേ നമ്മൾ പഴയ നിയമത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ദൈവം തൻ്റെ ജനത്തെ ഏറ്റവും ശ്രേഷ്ഠമായി അനുഗ്രഹിച്ച് നടത്തിയത് മരുഭൂമിയിലായിരുന്നു. പാലും തേനും ഒഴുകുന്ന ദേശമായ കനാൻ ദേശത്തേക്ക് എത്തുമ്പോൾ ഇസ്രായേൽ മക്കൾക്ക് അവിടെ യുദ്ധം ചെയ്യേണ്ടി വന്നു. അവിടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൃഷി ചെയ്ത് ഫലം വിളയിക്കേണ്ടി വന്നു. പക്ഷേ മരുഭൂമി യാത്രയിൽ ശക്തന്മാരുടെ ആഹാരം ദൈവം അവർക്ക് പൊഴിച്ചു കൊടുത്തു. മന്ന, കാടപ്പക്ഷികളെ ദൈവം അവർക്ക് കൊടുത്തു. കയ്പുള്ള വെള്ളത്തെ ദൈവം മധുരമാക്കി കൊടുത്തു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം തൻ്റെ ജനത്തെ നടത്തി. ഏറ്റവും ശ്രേഷ്ഠമായി പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി ദൈവസാന്നിധ്യം അവരോട് കൂടെ ഉണ്ടായിരുന്നു. അവരെ നടത്തിയ വ്യക്തിക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുമായിരുന്നു. ദൈവത്തിൽ നിന്ന് ദൂത് പ്രാപിക്കാൻ കഴിയുമായിരുന്നു. ഇത്രയും ശ്രേഷ്ഠമായി ദൈവം തന്റെ ജനത്തെ നടത്തിയത് മരുഭൂമിയിലായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം. അങ്ങനെയെങ്കിൽ ശിഷ്യന്മാർ ഈ സ്ഥലം മരുഭൂമിയാണ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധ്യതകളൊന്നും ഇവിടെ ഇല്ല എന്നാണ് അവർ അർത്ഥമാക്കിയത്. പക്ഷേ മരുഭൂമിയിൽ തന്റെ ജനത്തെ അത്ഭുതകരമായി നടത്തുവാൻ പ്രാപ്തിയുള്ള ദൈവമാണ് തങ്ങളുടെ കൂടെ ഉള്ളതെന്ന് മനസ്സിലാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തിയില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം ഒരുപക്ഷെ മരുഭൂമി പോലെ ആയിരിക്കാം. മുമ്പോട്ട് നോക്കുമ്പോൾ സാധ്യതകളൊന്നും കാണാനില്ല. പുറകോട്ടോ വശങ്ങളിലേക്കോ നോക്കിയാൽ സഹായിക്കാൻ ആരുമില്ല എന്ന് തോന്നിയേക്കാം. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും അതിനൊന്നും ഫലം കിട്ടുകയില്ല എന്ന് തോന്നിയേക്കാം. പക്ഷെ മനസ്സിലാക്കുക, മരുഭൂമിയിൽ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. മരുഭൂമിയിലും തൻ്റെ ജനത്തെ ശ്രേഷ്ഠമായി നടത്തിയ ദൈവമാണ് നമ്മെ സ്നേഹിച്ച് നമ്മുടെ കരം പിടിച്ചിരിക്കുന്നത്. രണ്ടാമത് ശിഷ്യന്മാർ പറയുകയാണ്, നേരം വൈകി. അതായത് പകലായിരുന്നെങ്കിൽ വല്ലതുമൊക്കെ ചെയ്യാമായിരുന്നു. നേരം വൈകിക്കഴിഞ്ഞ് ഇനി നമ്മൾ എന്ത് ചെയ്യാനാ? പക്ഷേ നമ്മുടെ ദൈവത്തിന് നേരം വൈകി എന്നൊരു പ്രശ്നമില്ല. ലാസറിന്റെ കല്ലറയ്ക്കലേക്ക് യേശു പോകുമ്പോൾ അവിടെയുള്ള ആളുകൾ പറഞ്ഞത് നേരമല്ലാതെ വൈകിപ്പോയി, വളരെ താമസിച്ചു പോയി, ദിവസങ്ങളായി, നാറ്റം വെച്ചു തുടങ്ങിയെന്നാണ്. പക്ഷേ യേശു അവിടെ ചെന്ന് ലാസറെ പുറത്തു വരിക എന്ന് പറയുമ്പോൾ ആ ലാസർ പുറത്തേക്ക് വരികയാണ്. മരിച്ചവൻ ജീവൻ പ്രാപിച്ച് പുറത്തേക്ക് വരികയാണ്. മനുഷ്യനെ സംബന്ധിച്ച് സമയം താമസിച്ചു പോയി എന്ന് തോന്നിയിടത്ത് യേശുവിനെ സംബന്ധിച്ച് സമയം താമസിച്ചില്ലായിരുന്നു. തക്ക സമയത്തിനു വേണ്ടി അവൻ കാത്തിരിക്കുകയായിരുന്നു. അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ ഇങ്ങനെയാണ് എഴുതുന്നത്, ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴെ താണിരിപ്പീൻ. ദൈവത്തെ സംബന്ധിച്ച് താമസിച്ചു പോയി എന്നൊരു ചിന്തയില്ല. ദൈവം തന്റെ തക്ക സമയത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നാളുകളായി പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, ചിലതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടും ഫലം കാണാതെ ഇരിക്കുകയായിരിക്കാം. ദൈവം മറന്നു കളഞ്ഞതല്ല. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാതെ കാതടച്ചു വെച്ചിരിക്കുകയല്ല. തക്ക സമയത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഉയർച്ച നിങ്ങൾക്ക് തരുവാൻ ദൈവം കാത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ സമയത്തിനു വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ്. മൂന്നാമത് അവർ പറയുന്നു, 5 അപ്പവും 2 മീനുമല്ലാതെ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. എന്ന് വെച്ചാൽ അല്പമേ ഉള്ളൂ. പക്ഷെ അല്പം കൊണ്ട് പ്രവർത്തിക്കുന്നവനാണ് ദൈവം. ചെങ്കടൽ തീരത്ത് മോശ നിൽക്കുമ്പോൾ കയ്യിലൊരു വടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ആ വടി നീട്ടുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാം. ചെങ്കടൽ 2ആയി പിളർന്നു. തന്റെ ജനത്തിന് സുരക്ഷിതമായി അക്കരെ കടക്കുവാനുള്ള മാർഗം അവിടെ ഒരുക്കപ്പെട്ടു. നമ്മുടെ ദൈവം എത്ര വലിയവനാണ്! ചെറിയ കഴിവ്,
ചെറിയ താലന്ത് എന്നൊക്കെയാണോ നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്? ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന് അതുകൊണ്ട് വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ നോക്കുമ്പോൾ എല്ലാം നിരാശപ്പെടുന്നതായിരിക്കാൻ ചിലപ്പോൾ കാണുക. ചുറ്റിനും മരുഭൂമി പോലെ, ഒരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് വന്നിരിക്കുന്നത് പോലെ, ഒരുപാട് ആളുകളുണ്ടെങ്കിലും ആളുകൾ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ഒറ്റപ്പെട്ടു പോയ ഒരു വ്യക്തിയെ പോലെ നിങ്ങൾ ഒരു പക്ഷേ ആയിരിക്കാം. നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലായിരിക്കാം, ഇപ്പോൾ എല്ലാം താമസിച്ചു പോയി എന്നൊക്കെ ചിന്തിക്കുകയായിരിക്കാം. പക്ഷെ ദൈവത്തിന് താമസിച്ചിട്ടില്ല. ദൈവത്തിന് ഇനിയും പ്രവർത്തിക്കുവാൻ കഴിയും. എന്ന പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. അത്ഭുതം ചെയ്യുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ യാഗമാകുവാൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.